ഷഅബാൻ എന്നുള്ളത് ഇത് എന്റെ മാസമാണ്. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ആയത്ത് ഇറക്കിയ മാസമാണ് ഈ ഷഅബാൻ മാസം. ഏതാണ് ആയത്ത്? നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഡയറക്റ്റ് പറയുകയാണ്, അല്ലാഹുവും മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും പറയണേ മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടില്ല അല്ലാഹുവും മലക്കുകളും നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കണം എന്ന്, അല്ലെങ്കിൽ അല്ലാഹുവും മലക്കുകളും നോമ്പ് നോക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നോമ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും അല്ലാഹു തആല ഇതുപോലെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച മാസമാണ് ശഅബാൻ മാസം. അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടിക്കണം. കാരണം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഏത് സമയത്ത് നോക്കുമ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വഫാത്തിന്റെ സമയത്ത് പോലും, ആ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഇസ്റാ മിഅ്റാജ്. ആ മിഅ്റാജിന് പോയ സമയത്ത് പരസ്പരം മുഖാമുഖം കാണുകയാണ്, ഒരു തടസ്സവുമില്ലാതെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ കാണുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ ഹബീബേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് തരാം. അവിടുത്തെ മാതാപിതാക്കളെ ജീവിപ്പിക്കാൻ പറയാമായിരുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു രാജാവാക്കണം എന്നെ എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് വർഷം എനിക്ക് നല്ലപോലെ അഹങ്കരിച്ച് ജീവിക്കണം എന്ന് പറയാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ. എന്താ പറഞ്ഞത്? എന്റെ ഉമ്മത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൂമുഖം നമുക്കൊന്ന് കാണണ്ടേ? അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് നാളെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണ്ടേ? അവിടുത്തെ കയ്യിൽ ലിവാഹുൽ ഹംദാകുന്ന കൊടിയും പിടിച്ചു നിൽക്കുമ്പോ നമുക്ക് അഭിമാനത്തോടു കൂടി അവിടുത്തെ പുറകിൽ അനുയായികളായി അണിനിരന്ന് നിൽക്കണ്ടേ? സ്വലാത്ത് ചൊല്ലാത്തവനിക്ക് ഇതിനുള്ള അർഹതയുണ്ടോ? ഇതുപോലത്തെ ഒരു ഇബാദത്ത് അല്ലാഹു തആല വേറെ തന്നിട്ടില്ല. കാരണം എന്താ അറിയോ? സ്വലാത്ത് ചൊല്ലാൻ നിയ്യത്ത് വേണ്ട, ഉളൂ വേണ്ട, ശുദ്ധി വേണ്ട. എവിടെ നിന്നായാലും നജസുമായി ബന്ധപ്പെടുന്ന, മാലിന്യങ്ങളുമായി ബന്ധപ്പെടുന്ന, നമുക്ക് ഒരു വൃത്തിയില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴികെ എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും കിബിറിന് വേണ്ടിയാണെങ്കിൽ പോലും സ്വലാത്ത് ചൊല്ലിയാലും അതിനിക്ക് കൂലിയുണ്ട്.